ഹായ്, സാധാരണ അടിയുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ബാക്ക് വന്നിട്ട് ഇങ്ങനെ ലോക്ക് ഇടാറുണ്ട്. ഇങ്ങനെ ഇടുന്ന സമയത്ത് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഒരാളിങ്ങനെ പിടിച്ചിട്ട് രണ്ടാമത്തെ ആൾ ഇങ്ങനെ ഫേസിന് അടിയോ വേറെ പഞ്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് സ്ട്രീറ്റിൽ കൂടുതലും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ സിമ്പിളായിട്ട് എത്ര ടെക്നിക്ക് ഉപയോഗിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ബാക്കിൽ നിന്നും ടൈറ്റായിട്ട് കൈയിൻ്റെ ഇടയിലെ കൂടിയിട്ട്, അതായത് ഈ രണ്ട് കൈക്കടയിലെ കൂടിയിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഫുൾ ടൈറ്റിലാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കില്ലേ വേറെ ഒന്നും ചെയ്യാൻ പറ്റും. കൈ ഇങ്ങനെ മേലോട്ട് പൊങ്ങുന്നുണ്ട്, പക്ഷേ നമുക്ക് പെട്ടെന്ന് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കയ്യിൽ എൽബോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഈ ഫിംഗറിലിട്ട് പിടിച്ചാൽ മതി. യെസ്, ഭയങ്കര സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. കുറേ ശക്തിയൊന്നും ആവശ്യമില്ല. ഇനി പിടിച്ച ആൾ ഭയങ്കര തടിയുള്ള ആളാണെങ്കിലും നീളമുള്ള ആളാണെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം ഈ കൈ ഇതുപോലെയാണ് ലോക്കായിട്ടുള്ളത്, ടൈറ്റ്. ഇത്ര ഫിംഗറിൽ ഏറ്റവും ബെസ്റ്റ് ഈ മിഡിൽ ഫിംഗറാണ് ഏറ്റവും ബെസ്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഈ രണ്ട് ഫിംഗർ, ഈ മൂന്നിലേതോ ആണെങ്കിലും ഈസിയാണ്. ഈ തമ്പ് എടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ ഈ ഫിംഗർ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ജസ്റ്റ് ഈ ഒരു ഫിംഗർ വലിക്കുന്ന സമയത്ത് ഈ പെയിൻ കൊണ്ട് ബാക്കിയുള്ള ഫിംഗറും കൂടി ലൂസാവും. ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് ഈ ഒരു ലോക്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം താഴോട്ട് കടത്താൻ തുടങ്ങും. അങ്ങനെ കടന്നതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇടുന്ന അതേ സമയത്ത് തന്നെ ഒരാൾ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, ഇടുന്ന സമയത്ത് തന്നെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത്തരം പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റും. എടുക്കുന്നതാണ് ഒന്നാമത് ഏറ്റവും ചൂസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്നത്, ഇടുന്നുണ്ട് ഈ പെട്ടെന്ന് വളരെ ക്വിക്കായിരിക്കണം. കാരണം അടുത്ത ആൾ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അയാൾ കിക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് ലോക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇയാൾ അടിക്കാനും പറ്റും. ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരു മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബാക്ക് സൈഡും കൂടി എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കണം. കാരണം ആരെങ്കിലും ലോക്ക് ഇടാൻ വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ വരുമോ എന്നുള്ളതും കൂടി നമ്മളുടെ മൈൻഡിൽ വേണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരാളെ കൊണ്ടും ലോക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ പിടിച്ചാൽ ചിലപ്പോൾ ഫിംഗർ ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ പിടിക്കും ചില ആൾക്കാർ. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഫിംഗർ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടെക്നിക്കാണ് ഇങ്ങനെ പിടിച്ചില്ല. എങ്ങനെ പിടിച്ചാലും ഈ രണ്ട് ഫിംഗർ നമുക്ക് കഴുത്തിലോട്ട് ഇടാൻ പറ്റും. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കൊണ്ടിട്ടില്ലല്ലോ. കഴുത്തിലേക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും പ്രസ് ചെയ്താൽ തന്നെ ആൾ പെട്ടെന്ന് വിട്ടു വരും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം, അതല്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. ഈ ഭാഗത്ത് എവിടെ പ്രസ് ചെയ്താലും പെട്ടെന്ന് റിമൂവ് ചെയ്യും. പിടിച്ച ആൾ പെട്ടെന്ന് പിടുത്തം വിടും. ഈ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ചെയ്തത് ബാക്കിൽ നിന്ന് വരുന്ന ഇങ്ങനെ പിടിക്കുന്ന ലോക്ക്, അതായത് കൈകൾക്ക് ഇടയിലിട്ട് പിടിക്കുന്ന ലോക്ക് എങ്ങനെ റിമൂവ് ചെയ്യാനാണ്. ഏത് ലോക്കാണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഒന്നാമത് പേടിക്കാൻ പാടില്ല. പിന്നെ പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റും. പ്രാക്ടീസ് ഇല്ലാത്തൊരാൾക്ക് ഇത് ചിന്തിക്കാൻ തന്നെ സമയമെടുക്കും. ആ സമയം കൊണ്ട്, ചെറിയ സമയം കൊണ്ട് നമ്മളെ അക്രമികൾ നമ്മളെ താഴെ ഇട്ട് കഴിയും, അല്ലെങ്കിൽ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ക്വിക്കായിട്ട് ചെയ്യണം. അതിന് പ്രാക്ടീസ് നിർബന്ധമാണ്. ഇന്നെൻ്റെ കൂടെ ഉണ്ടായത് അസീസാണ്, എൻ്റെ സുഹൃത്തും കൂടെയാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യുന്നു.